അങ്ങനെ പുലിക്കളിയുടെ ആവേശം തൃശൂരിൽ അരങ്ങേറുകയാണ്. തൃശൂരിൽ പുലിക്കളി ആവേശത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ്. വാദ്യതാളത്തിൽ അരമണി കിലുക്കിയും കുടവയർ കുലുക്കിയും പുലിക്കൂട്ടം ഇന്ന് നഗരഹൃദയം കീഴടക്കും. രാവിലെ തന്നെ പുലിമടയിൽ ചായം തേക്കുന്ന ചടങ്ങുകൾ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വൈകിട്ട് 4 മണിയോടെ സ്വരാജ് റൗണ്ടിൽ ഇറങ്ങുന്ന 9 സംഘങ്ങളിലായി 459 പുലികളാണ് ഇന്നിറങ്ങുന്നത്. അവിടെ നിന്നും ചുറുചുറുപ്പോടെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രസാദ് കാളിദാസനും റിയാസ് KMR. എന്തായാലും റിയാസും പ്രസാദും അവിടെ തകർക്കുകയാണെന്ന് മനസ്സിലായി. എന്തായാലും പുലിക്കളിയുടെ ആവേശം ഇപ്പോൾ ഉച്ചയായപ്പോഴത്തേക്ക് എങ്ങനെയുണ്ട്? എന്തായാലും പുലികളുടെ ആവേശം തകൃതിയായി നടക്കുന്നു. നമുക്കിപ്പോൾ കൊച്ചിൻ ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ളവർ ഇതുവഴി പോകുന്ന ഒരു അദ്ദേഹം ഇറങ്ങി വരുന്നുണ്ട്. കൊച്ചിൻ ദേവസ്വം പ്രസിഡന്റ് വരുന്നുണ്ട്. അതെ, എല്ലാം വളരെ പെട്ടെന്ന് അതിഗംഭീരമായാണ് ഈ വർഷത്തെ പുലിക്കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 പുലിക്കളിയാണ്. സാംസ്കാരിക തലസ്ഥാന നഗരിയില് 2025 പുലിക്കളി മഹോത്സവം അഭിമാനിക്കാവുന്ന, എല്ലാവർക്കും ആഘോഷിക്കാവുന്ന തരത്തിലാണ്. തൃശ്ശൂർ പൂരം പോലെ സംഘം കൂടുതലാണ്, പുലികൾ കൂടുതലാണ്, ടാബ്ലോ കൂടുതലാണ്. നഗരമാകെ പുലിമടയിൽ ഇപ്പൊ പുലികൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രസിഡന്റ് കണ്ടോ? 3:30 ഞാൻ എല്ലായിടത്തും പോയി. മറ്റേ നമ്മുടെ വിവേകോദയം സ്കൂളിലെ നായക്കനാലിന്റെ ടീം ഇവരൊക്കെ ഒരുങ്ങുകയാണ്. പ്രസിഡന്റിന്റെ പുലികളി എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഞാൻ കുട്ടിക്കാലം മുതലേ പുലിക്കളി കാണാൻ വരുന്നതാണ്. അതായത് ഒരു 70-കൾ മുതൽ പുലിക്കളിക്ക് നാട്ടുകാരൻ എന്ന രീതിയിൽ ഈ പുലിക്കളി കാണുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എപ്പോഴെങ്കിലും ഒന്ന് പുലിയാകാൻ നോക്കിയിട്ടില്ല, പക്ഷെ ഇപ്പൊ പുലിയാണ്, ദേവസ്വം ബോർഡിന്റെ പുലിയാണ്. അപ്പോ പുലികളെ നമുക്ക് പൊളിക്കണം. ഓക്കെ, മാത്രമല്ല കാളിദാസ്, ഈ നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത്? അത് വിയ്യൂർ യുവജന സംഘത്തിന്റെ പുലിമടയിലാണ് നിൽക്കുന്നത്. വിയ്യൂർ യുവജന സംഘം കഴിഞ്ഞ അവിടുത്തെ ചാമ്പ്യന്മാർ. ആ ചാമ്പ്യന്മാരുടെ ഇടയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് വഴിയിലെ ചില കാഴ്ചകൾ കൂടി നമുക്കിത് എനിക്ക് പരിചയമുള്ള ഒരാൾ അവിടെയുണ്ട്. നമസ്കാരം. സർവീസിൽ നിന്ന് വിരമിച്ചു അല്ലേ? ഇത് തൃശ്ശൂര് മുൻ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് വേലായുധൻ, K. വേലായുധൻ. ഇപ്പോ എങ്ങനെയാ തൃശ്ശൂര് പുലികളി നേരത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിരിക്കുന്ന സമയത്തൊക്കെ കണ്ടിട്ടുണ്ടോ? ആ സമയത്ത് ഉണ്ട്, പുലികളി ഉണ്ട്. പിന്നെ തൃശ്ശൂർ പൂരം കണ്ടിട്ടുണ്ട്. തൃശ്ശൂർ പൂരം അല്ലെങ്കിൽ പുലികളി ഇതൊക്കെ മലയാളികളുള്ള ലോകത്തെല്ലായിടത്തും ഉള്ള മലയാളികളുടെ ഒരു വികാരമാണ്. അപ്പോൾ ഞാൻ കണ്ണൂരിൽ നിന്നാണ് റിട്ടയർ ആയത്. ഇവിടെ വന്നത് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഞാൻ ഇവിടെ ജോയിൻ ചെയ്തപ്പോൾ ഉള്ള സുഹൃത്തുക്കൾ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാ വർഷവും വരാറുണ്ട്. എന്നുവെച്ചാൽ ഒരു തൃശ്ശൂർക്കാരൻ്റെ മാത്രമുള്ളൊരു വികാരമല്ല, കണ്ണൂരായാലും പിന്നെ ലോകത്തുള്ള എല്ലാ മലയാളികളുടെയും ഒരു വികാരമാണ്. പുലികളിയുടെ തൃശ്ശൂർ മാത്രമേ ഉള്ളൂ. തൃശ്ശൂരിൻ്റെതായ തനതായ ഒരു കലാ സാംസ്കാരിക രൂപമാണത്. ജാതി മത ഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന, കാണാൻ ആഗ്രഹിക്കുന്ന. അന്ന് ഈ പിന്നെ ഇതിന്റെ സംഘാടനത്തിന്റെ ഭാഗമായിട്ടൊക്കെ നിന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ നമ്മളും നിന്നിട്ടുണ്ട്. ആ ഒരു ഓർമ്മ അത് പിന്നെ എനിക്കൊരു പുതുമയായിരുന്നല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് അന്ന് 2002 തൃശ്ശൂർ ജോലി ചെയ്തത്. അപ്പോൾ അങ്ങനെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് തൃശ്ശൂർ തന്നെ ഒരു പുതുമയാണ്. കാരണം അവരുടെ ഭാഷ, സംസ്കാരം, പിന്നെ റൗണ്ട് എന്ന് പറയുന്നത്, പിന്നെ അതുപോലെ പൂരം, നമ്മൾ കാണാത്ത അത്രയും ആനകളുള്ള പൂരം, പിന്നെ അത് എനിക്ക് സുഖമുള്ള ഓർമ്മയാണ്. മറ്റൊന്ന് ഇനിപ്പഴ കണ്ണൂരേക്കെല്ലാം കണ്ട് എല്ലാ ആശംസകളും. വിശ്രമിക്കും. ഇത് K. വേലായുധനാണ്. തൃശ്ശൂർ ഈ വർഷമാണ്, കഴിഞ്ഞ മാസമാണ് സർവീസിൽ നിന്ന് വിരമിച്ചത്. യാദർശികമായിട്ടാണ് ഇവിടെ ഈ നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ കണ്ടതാണ്. നമ്മൾ ഈ കടയിൽ കയറി. അതെ, ഇതൊരു ശംഷാദ് ഉണ്ട് ഇവിടെ, അല്ല PP ഉണ്ട് അല്ലേ? അതെ, ഇത് PP. എന്റെ ഏട്ടന്റെ പേര് ഷാജി പാപ്പ. ഷാജിട്ടാ, ഇതില് കച്ചവടം ഏറ്റവും കൂടുതൽ കുട്ടികളുടെ സാധനം കുഴപ്പമില്ല, കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഇവൻ തണ്ണിമത്തം കണ്ടിട്ടേ, തണ്ണിമത്തല്ലേ? എന്താ ഷാജിയേട്ട ഒന്ന് ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അടിപൊളിയാണ് അല്ലേ? ഓക്കെ, ഈ PP വാങ്ങിക്കണം അല്ലേ? വന്ന സ്ഥിതിക്ക് PP വാങ്ങിക്കാം ഉൾപ്പെടെ, ഡിസ്കൗണ്ട് ഉൾപ്പെടെ.
എന്തായാലും പുലിക്കളി അവിടെ ആവേശത്തിൽ തീവ്രതയായി തന്നെ നടക്കുകയാണ്. തൃശ്ശൂരിലെ പുലിക്കളി ആവേശത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ്. ഏകദേശം ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞാൽ തൃശ്ശൂർ നഗരം ഒന്നാകെ അങ്ങ് പുലിക്കളിയുടെ ആവേശത്തിലാണ്. രാവിലെ 5:30 മുതൽ തന്നെ എന്തായാലും എല്ലാവരും പുലിക്കളിയുടെ വേഷങ്ങളൊക്കെ ധരിച്ച പെയിന്റിങ്ങുകളും എല്ലാം നടന്നിട്ടുണ്ട്. എന്തായാലും പ്രസാദ് കാളിദാസനും റിയാസ് കെ മാറും പുലിക്കളിയുടെ വിശേഷങ്ങളുമായി ഇനിയും ചേരും. മറ്റു വാർത്തകളിലേക്ക്